ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഇത് പാർട്ടായിട്ട് 2-3 പാർട്ട് കാണും. ഞങ്ങൾ നന്ദി ഹിൽസിൽ പോയ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ഒരു 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. അച്ഛൻ കാറെടുക്കാൻ പോയി. കുഞ്ഞുമണീസിൻ്റെ 2 പേരെ ഒരുക്കി. ജാക്കറ്റൊക്കെ ഇട്ടുള്ളൊരു ഡ്രസ്സാണ് അവരെ ഇടിപ്പിച്ചത് കേട്ടോ. തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. ഞാനും റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. ഒരു 2 മാസത്തിന് മേലായി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. കുഞ്ഞുമണീസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും കുറച്ച് സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ട് ബാഗിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് പൊങ്കലിൻ്റെ അന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ. അന്നെല്ലാം അവധിയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ടൈം നോക്കി ഞങ്ങൾ വിചാരിച്ചു ഇത് പോയി കണ്ടിട്ട് വരാമെന്ന്. കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ പ്ലാനായിരുന്നു നന്ദി ഹിൽസിലൊന്ന് പോകണമെന്നുള്ളത്. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വന്നതങ്ങ് പോയി. അപ്പോൾ ഈ ഒരു ലീവിന് പോയേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ രണ്ടിനുള്ളിലും പൊങ്കലിന് ഫംഗ്ഷൻ ഉണ്ട്, ഓണത്തിലെ പോലെ കേട്ടോ. സദ്യയൊക്കെ അതിന് കാണും, അടിപൊളി ഫംഗ്ഷനായിരിക്കും. പക്ഷെ ഞങ്ങൾ അതങ്ങ് അവോയ്ഡ് ചെയ്തു. കാരണം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം എന്തിനു നമ്മൾ കളയുന്നു എന്നോർത്തു. അപ്പോൾ കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യായിരുന്നു. സൺറൈസിങ് ആണ് നന്ദി ഹിൽസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. കുറേ കാണാനൊക്കെ ഉണ്ട്. ഹില്ലാണല്ലോ, അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. എന്നാലും സൺറൈസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഞങ്ങൾ 4:30 ആയപ്പോൾ ഇറങ്ങി. ഒരു 1.5 ഹവറിൻ്റെ ട്രാവൽ കാണും നമ്മുടെ അവിടുന്ന്. ആ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ബാംഗ്ലൂർ സിറ്റി ഇത്രയും സൈലൻ്റായിട്ട് കാണാൻ പറ്റിയൊരു ടൈം വേറെ കാണില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. റോഡ് സൈഡിലെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീട് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. ഇവിടെ അതിനുള്ള സൗകര്യമില്ല. ഒന്നെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ റോഡിനോട് ചേർന്നായിരിക്കും വീട്. അപ്പോൾ പാർക്കിങ്ങിന് സൗകര്യം കാണില്ല. അവർ റോഡിലൊക്കെ ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കടന്നു. നല്ല വിജനമായ സ്ഥലം കഴിഞ്ഞു. ഒരു റോഡ് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ട് വണ്ടികൾ വരാൻ തുടങ്ങി. ഭയങ്കര ലൈറ്റിങ്. അത് എയർപോർട്ട് റോഡായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം. ഒരുപാട് 2 വീലേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാവരും കപ്പിൾസായിട്ട്. അപ്പോൾ ലീവ് ടൈം കിട്ടിയതല്ലേ, അപ്പോൾ തന്നെ മനസ്സിലായി നന്ദി ഹിൽസ് ആണ് എല്ലാവരുടെയും എയിമെന്ന് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. കാരണം ഈ എയർപോർട്ട് റോഡിൻ്റെ ടോൾ പ്ലാസ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 റോഡ് തിരിയുന്നുണ്ട്. ഒന്ന് എയർപോർട്ടിലേക്കും ഒന്ന് ഈ നന്ദി ഹിൽസിലേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടോൾ പ്ലാസയുടെ അവിടെ എത്തി. അവിടെയൊക്കെ ഭയങ്കര വണ്ടികളുണ്ടായിരുന്നു. എയർപോർട്ടിലേക്കും ഈ ഹിൽസിൻ്റെ അവിടേക്കും പോകുന്നവരാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കൂടുതലും 2 വീലേഴ്സ് ആയിരുന്നു ആ ടൈമിൽ നമ്മുടെ കണ്ണിൽ പെട്ടത്. എല്ലാവരും കപ്പിൾസായിട്ടൊക്കെ ഇറങ്ങി. അവധി കിട്ടിയ സമയം എല്ലാവരും നല്ലപോലെ വിനിയോഗിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിതേ ടോൾ പ്ലാസ കഴിഞ്ഞു. ആ 2 റോഡ് തിരിയുന്നിടത്ത് വന്ന് നമ്മൾ ഹിൽസിലോട്ടുള്ള റോഡിലേക്ക് കയറി. അവിടേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറേ ഏരിയ പിന്നെയും നമുക്ക് അധികം വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് വന്നേ. അത് നേരെ ഒരു നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വന്നു കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് 2 വീലേഴ്സും 4 വീലേഴ്സും കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതാ ഇവിടുന്നാണ് ഹിൽസിലോട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വണ്ടികൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ കുടുങ്ങി, നമുക്ക് പണി പറ്റി എന്ന് മനസ്സിലായി. കാരണം എന്താണെന്നല്ലേ, അടിപൊളി റഷ്, ട്രാഫിക് ബ്ലോക്ക്. ഒരു 5 hours ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു എന്ന് പറയാം. ആദ്യത്തെ ബ്ലോക്ക് ഇതായിരുന്നു. ഇവിടെ നമ്മൾ ഒരു 2 വരി പാതയുള്ള റോഡിൽ ഒരു 4 വരി പാത കിടക്കുന്ന പോലെ വണ്ടികൾ അങ്ങ് ബ്ലോക്കായി. 2 വീലേഴ്സ് ഉള്ളവർ ഇതിലെ കൂടെ ഒക്കെ കയറ്റി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി 2 വീലറിൽ വരുന്നതായിരുന്നു ഇതിലും ബെറ്റർ. പിന്നെ കുഞ്ഞുമണീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 വീലറുകാരെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട്. 5:30 കഴിഞ്ഞു. 5:45 ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇനി സൺറൈസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇത് കണ്ടില്ലേ, ഇതേപോലായിരുന്നു. നമ്മൾ നിരങ്ങി ഈ ഒരു സ്ഥലം വരെ എത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ മുന്നോട്ട് പോയാലും ഇതൊക്കെ തന്നെയാണ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എന്തായാലും സൂര്യൻ ഉദിച്ച് നല്ല വെട്ടമൊക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ റഷിൽ കിടക്കാതെ നമുക്കെന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ കുറയുമ്പോഴേക്കും ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ നേരെ അങ്ങോട്ടാണ് കയറിയത്. പരാട്ട റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഫുഡ് ആകുന്നതേ ഉള്ളൂ, ഒരു 20 minutes വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു
റിസോർട്ട് മാതിരിയുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ഈ ഹിൽ ഏരിയയോടാണല്ലോ, അവർക്കപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ കിട്ടും സ്റ്റേ ചെയ്യാൻ. ഒരു ദിവസത്തേക്ക് 3000 സംതിങ് ആണ് അവിടുത്തെ സ്റ്റേക്കുള്ള ചാർജ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിചാരിച്ചു എന്നാൽ അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം, 20 മിനിറ്റ്സ് അല്ലേ, അപ്പോഴേക്കും ക്ലിയർ ആകും, ബ്ലോക്കൊക്കെ ക്ലിയർ ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു ഇറ്റാലിയൻ മോഡലിലാണത് മേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു സ്ട്രക്ചറായിരുന്നു ആ ഒരു റിസോർട്ടിൻ്റേത്. കുറേ ഏരിയ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കുറച്ച് ഏരിയയിൽ ഇങ്ങനെ ടെൻറ്റ് പോലെയൊക്കെ കെട്ടി അങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു. അച്ഛൻ ഫ്രണ്ടിൽ പോകുന്ന കണ്ടപ്പോൾ കുഞ്ഞുമണീസ് 2 പേരും കൂടെ പോയി കേട്ടോ. അപ്പോൾ കൊച്ചാളെ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എങ്ങനെ നടക്കുന്നു അതേപോലെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞ ഉടനെ വലിയ ആളും എൻ്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു, ഇപ്പോഴും ചിരി വരുവാണേ. അപ്പായെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് 2 മക്കളൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെയർ കണ്ടു കേട്ടോ. അപ്പോൾ അച്ഛൻ അതിന് മണ്ടയിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമണീസ് കയറി. അപ്പോൾ പുറകെ ഞാനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മുടെ സണ്ണിങ്ങനെ ഉദിച്ച് വന്ന് നിൽക്കുന്ന ആ ഒരു സീൻ കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ റെസ്റ്റോറൻറ്റിൽ അവരൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആണ്, കപ്പിൾസൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഒരു ഹില്ലിലായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല, ഇങ്ങനെയെങ്കിലും സണ്ണിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് വലിയ ആൾ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ സണ്ണിനിങ്ങനെ വര ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു 20 മിനിറ്റ്സോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നേരെ താഴെ ഇറങ്ങി റെസ്റ്റോറൻറ്റ് അവിടോട്ട് ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൊറോട്ട റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ഡിഷായിരിക്കും മെയിൻ എന്ന്. പിന്നെ മസാലദോശയും ഇഡലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുമണീസിന് മസാലദോശ മതി എന്ന് പറഞ്ഞു. അവർക്ക് 2 പേർക്ക് ഒരെണ്ണം മതി. ഞങ്ങൾ പൊറോട്ടയും പറഞ്ഞു. പക്ഷേ വലിയ ടേസ്റ്റുള്ള ഫുഡായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഓക്കെ അത്രയേ ഉള്ളൂ. പൊറോട്ട ഓക്കെ എന്നെങ്കിലും പറയാം. മസാലദോശ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടതേ ഇല്ല. അതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് സാമ്പാർ ചട്നിയായിരുന്നു. പിന്നെ പൊറോട്ടയുടെ കൂടെ കേടും അച്ചാറും പുതിന ചട്നിയായിരുന്നു. അച്ചാർ കൂട്ടി പൊറോട്ട കഴിക്കാൻ നല്ല രുചിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു. കുഞ്ഞുമണീസും എല്ലാം കഴിച്ചു കേട്ടോ. 2 പേരും ഹാഫ് വെച്ച് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ റഷ് എല്ലാം മാറി, അതായത് ബ്ലോക്കൊക്കെ മാറി, റോഡ് ക്ലിയർ ആയെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എപ്പോഴും വിനിയോഗിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളുമായിട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എപ്പോഴും പ്രയോജനപ്പെടുത്തണം. ഒരു ദിവസമെങ്കിലും അവർ സന്തോഷമായിട്ടിരിക്കും, നമുക്കും ഒരു ഹാപ്പിനെസ് ആണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രക്കിൽ കുറേ പേര് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി, സാരിയൊക്കെ കൊടുത്താട്ടോ എൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് ഹില്ലിൻ്റെ റോഡ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.